ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മിനിയേച്ചർ ചപ്പാത്തി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇച്ചിരി ഉപ്പെടുക്കുക, മാവിനനുസരിച്ചുള്ള ഉപ്പെടുക്കുക. ഞാൻ ഇന്ന് ഇച്ചിരി ഇടുന്നോളൂ. ചിലവർക്ക് വേണ്ടെങ്കിൽ, ചിലവർക്ക് ഉപ്പ് വേണ്ടായിരിക്കും, അങ്ങനെയുള്ളവർ ഇടണ്ട. അല്ലാതെ ഉപ്പ് വേണമെന്നുള്ളവർ ഇടുക. ചിലവർക്ക് ഉപ്പ് ഇട്ട് തിന്നത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉപ്പിടുക. എന്നിട്ട് നമുക്ക് ഈ മാവിനനുസരിച്ചുള്ള ഉപ്പിടുക. എന്നിട്ട് ഇച്ചിരി വെള്ളം എടുക്കുക, മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പൊടി, ചപ്പാത്തി പൊടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. വീണ്ടും ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇടുക. ചിലപ്പോൾ അത് വെള്ളം കൂടിപ്പോവും. എനിക്ക് പറ്റിയ അബദ്ധമാണ്. അതുകൊണ്ട് എല്ലാവരും വേണമെന്നത്ര മാത്രം എടുക്കുക. കൂടിപ്പോകാനും കുറഞ്ഞാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. കയ്യിലൊക്കെ ഇട്ട് പിടിക്കുകയാണ്. ഇത് എനിക്ക് നേച്ചറായിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പാനിലൊക്കെയാണ് വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് ചെയ്തത്. പ്രത്യേകം വേണ്ടുന്നവർക്ക് ഉപ്പിടുക, അല്ലാത്തവർക്ക് ഇടണ്ട. ചിലവർക്ക് ഉപ്പിടുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഉപ്പിടാത്ത ആയിരിക്കും ഇഷ്ടം. ചപ്പാത്തി അങ്ങനെ കുഴച്ച് കൊടുക്കുക. ഒരു മാവ് എത്ര ഉണ്ട് അതനുസരിച്ചിരിക്കും എത്ര സമയം. ഇച്ചിരി ആണെങ്കിൽ ഒരു 5 മിനിറ്റ്. കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോയാലാണ് പ്രശ്നം. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരു 15 മിനിറ്റാണ് എടുത്തേക്കുന്നത്. കാരണം എൻ്റെ അത്രയും മാവ് പൊടി കാരണമാണ്. അന്നേരം ഇത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞ് വെച്ചേക്കുവാണ്. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞുള്ള ഇതാണ് അത്. അങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മൾക്ക് ചെറിയ ഇതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടല്ല, ഇച്ചിരി നല്ല രീതിയിൽ ഒന്ന് കുഴക്കുക. എന്നാൽ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ബോൾ ആക്കി എടുക്കാം. ചപ്പാത്തി കുഴക്കണ്ടേ, വേണ്ടി നമുക്ക് ഇച്ചിരി ബോളായിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് തറയിൽ വീഴും, തറയല്ല വീഴും. അങ്ങനെ ഞാൻ ചെറിയ ബോളായിട്ട് എടുക്കുകയാണ്. ഉണ്ടയാക്കി കൊടുക്കുക. അങ്ങനെയെല്ലാം ഉണ്ടയാക്കി കൊടുക്കുക.
ഒക്കെ ആണെങ്കിൽ ചെറുതാണെങ്കിൽ ഒറ്റ വിരൽ, ഇത് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കൈ വെച്ച് ചെയ്യുന്നത്. ചെറുതാണെങ്കിൽ ഒറ്റ വിരലോ 2 കൈ വെച്ചോ ചെയ്യാം. പിന്നെ എല്ലാം അങ്ങനെ കുഴച്ച് കൊടുക്കുക. അതിൽ വഴയൊന്നും വീഴാൻ പാടില്ല. അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ ബോളാക്കി വെച്ച് കൊടുക്കുക. അന്നേരം എല്ലാ ബോളും ആക്കിയിട്ട് വളരെ ഉണ്ടയാക്കിയിട്ട് നമുക്ക് പരത്താം. ഇപ്പം ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കുഴച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കത് പരത്തിയെടുക്കാം. എടുത്തപ്പോഴത്തേക്ക് അതൊന്ന് ഇച്ചിരി മാവൊക്കെ ഇങ്ങനെ പോയി. അത് സാരമില്ല, നമുക്ക് വീണ്ടും പരത്താൻ കാണും. കൈയുടെ നടുക്ക് വെച്ച് ഞാൻ ഞെക്കിയതാണ്. അല്ലാതെ പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെത് ചിലപ്പോൾ കറക്റ്റ് റൗണ്ടൊന്നും വരത്തില്ല. ഞാൻ കൈ വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് എല്ലാം നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കുക. എൻ്റെ അളക്ക് ഒന്നും പറ്റല്ലേ. ഇതിങ്ങനെ വെക്കാതെ ദൂരെ ആക്കി വെക്കാം. ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ അത് ഒട്ടിപ്പോയി. അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ ഞാൻ അതെടുത്തു പാനിലിട്ട്. ഇവിടെ എനിക്കങ്ങനെ ഇട്ടുള്ള ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 എണ്ണം വെച്ചിട്ടേക്കാണ്. ചെറുതായത് ഷേപ്പ് അത്രയ്ക്ക് ഷേപ്പൊന്നും വന്നില്ല, എന്നാലും ഞാൻ ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ചിലതൊന്നും അത്രയ്ക്ക് ഷേപ്പിൽ വന്നില്ല, എന്നാലും സാരമില്ല. അന്നേരം ഞാൻ തിന്ന് നോക്കി, കൂടെ ഉപ്പ് വേണമായിരുന്നു തോന്നുന്നു. അപ്പം ബൈ.